ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വില്ലേജ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ ബാഗൊക്കെ ഇട്ടിട്ട് നിങ്ങൾ നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പം നമ്മളൊന്ന് നാട്ടിൽ പോകാൻ വിചാരിച്ചു. നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു, വെറുതെ ഒന്ന് പോയി വരാൻ. നാളെ വീക്ക് ഓഫ് ആണ്. അപ്പോൾ പിന്നെ ഒരു ദിവസം എക്സ്ട്രാ ലീവ് എടുത്തിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ എൻ്റെ ഒപ്പം വേറൊരു ഫ്രണ്ട് കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണിച്ചാൽ ഊബർ വന്നിട്ടുണ്ട് ഗൈസ്. ഊബർ ചേട്ടൻ കുറേ നേരമായിരുന്നു താഴ്ത്തു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അടിയിലേക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങൾ മൂന്നാൾ, ഞങ്ങൾ രണ്ടാൾ മാത്രമേ പോകുന്നുള്ളൂ. അവൻ വെറുതെ ഞങ്ങളുടെ കൂടെ വന്നതായിരുന്നു. ചെന്നപ്പോൾ തന്നെ നമ്മൾ വേഗം ടിക്കറ്റൊക്കെ എടുത്തു. ലോക്കലിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അധികം തിരക്കുണ്ടാവുന്നു. പിന്നെ ഇവിടെ നാട്ടിലേക്ക് പോകുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. അവിടെ നിന്ന് തിരിച്ച് കയറുമ്പോഴാവും നന്നായിട്ട് തിരക്കുണ്ടാവാറ്. ലോക്കൽ പോകുമ്പോൾ എല്ലാവരും മോളത്തെ സീറ്റിൽ തന്നെ ഇരിക്കാൻ നോക്കുക. കാരണം ചിലപ്പോൾ കടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരിക്കാൻ നോക്കുക. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ സീറ്റിൽ ഭയങ്കര തിരക്ക് കൂടും. അതുകൊണ്ട് ഞാൻ അടിയിൽ എപ്പോഴും ഇരിക്കില്ല, മുകളിൽ തന്നെ ഇരിക്കുള്ളൂ. മുകളിലാണെങ്കിൽ അത്ര കൂടുതൽ ആൾ ഇരിക്കൂല. നാട്ടിലെത്തിയപ്പോഴേക്ക് നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. ഓൾറെഡി മഴയായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചൂടുള്ള കഴിക്കണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നല്ല ഇഡ്ഡലിയും ചമ്മന്തി സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ നല്ലൊരു ബൂസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റും കൂട്ടി കഴിച്ചു. കുറച്ച് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മഴ. അത്ര നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ച് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേഗം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് വേഗം നമ്മൾ വീട്ടിൽ പോയി.